dear ones, welcome to TOS Academy. കേന്ദ്രീയ വിദ്യാലയത്തിലേക്കും നവോദയ വിദ്യാലയത്തിലേക്കും ടീച്ചിങ് ആൻഡ് നോൺ ടീച്ചിങ് പോസ്റ്റിലേക്കുള്ള റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ ഔട്ട് ആയിട്ടുണ്ട്. നമുക്ക് ഈ നോട്ടിഫിക്കേഷന്റെ ഡീറ്റെയിൽസും എക്സാം ഡീറ്റെയിൽസും എല്ലാം ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമുക്ക് ചെക്ക് ചെയ്യാം. കാൻഡിഡേറ്റ്സ് അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാൻഡിഡേറ്റ്സ് CBSEയുടെയും KVSന്റെയും NVSന്റെയും ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ഈ 3 ഒതന്റിക് ആയിട്ടുള്ള വെബ്സൈറ്റിൽ നിങ്ങൾക്ക് ഇത് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. https://www.cbse.government.in kvsankadan.nic.in navodaya.government.in എന്ന് പറയുന്ന ഈ 3 വെബ്സൈറ്റിൽ നിങ്ങൾക്ക് CBSEയുടെയും KVSന്റെയും NVSന്റെയും ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇതില് ഈ ഒരു വീഡിയോയിൽ നമുക്കറിയാം, ഞാൻ പറഞ്ഞു നോൺ ടീച്ചിങ് ആൻഡ് ടീച്ചിങ് പോസ്റ്റിലേക്ക് ഒരുപാട് വേക്കൻസീസ് ഓപ്പൺ ആയിട്ടുണ്ട്. നമ്മളിവിടെ സ്പെസിഫിക്കലി പറയുന്നത് ടീച്ചിങ് പോസ്റ്റിലേക്കുള്ള വേക്കൻസിയെ കുറിച്ചിട്ടാണ്. പോസ്റ്റ് ഗ്രാജുവേറ്റ് ടീച്ചേഴ്സ് അഥവാ PGT KVSലേക്ക് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും, ഏകദേശം 1465 വേക്കൻസിയാണ് 12 സബ്ജക്റ്റുകളിലായിട്ട് ഉള്ളത്. പോസ്റ്റ് ഗ്രാജുവേറ്റ് ടീച്ചേഴ്സ് NVSലാണെങ്കിൽ ഏകദേശം 1513 വേക്കൻസിയാണ് ഉള്ളത്. ഓരോ സബ്ജക്റ്റിലും ഉള്ള അതിന്റെ ഒരു കംപ്ലീറ്റ് ബ്രേക്ക് ഡൗൺ ഉണ്ട്. ജനറൽ കാറ്റഗറി, OBC, എക്കണോമിക്കലി വീക്കർ സെക്ഷൻ, അതുപോലെ അങ്ങനെ ഫിസിക്കലി ഡിസേബിൾഡ്, അങ്ങനെ എല്ലാ സെക്ഷനിലുമുള്ള കംപ്ലീറ്റ് ബ്രേക്ക് ഡൗൺ ഇവർ നോട്ടിഫിക്കേഷൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പോസ്റ്റ് ഗ്രാജുവേറ്റ് ടീച്ചേഴ്സ് അഥവാ PGT മോഡേൺ ഇന്ത്യൻ ലാംഗ്വേജിലാണെങ്കിൽ നമ്മൾ നോക്കുവാണെങ്കിൽ 18ഓളം വേക്കൻസീസ് ഉണ്ട്. ട്രെയിൻഡ് ഗ്രാജുവേറ്റ് ടീച്ചേഴ്സ് അഥവാ TGT അത് KVSൽ 2794 വേക്കൻസിയാണ് ഉള്ളത്. ഇതിനിടയിൽ ഒരു ലൈബ്രറിയൻ വേക്കൻസിയുടെ കാര്യം കൂടി ഞാൻ പറയുകയാണ്. ലൈബ്രറിയൻ വേക്കൻസി KVSൽ മാത്രം 147 വേക്കൻസീസ് ഉണ്ട്. ട്രെയിൻഡ് ഗ്രാജുവേറ്റ് ടീച്ചേഴ്സ് അഥവാ TGT NVSൽ 2978 വേക്കൻസി, നിയർലി 3000 അടുത്തുള്ള വേക്കൻസീസ് ഉണ്ട്. ട്രെയിൻഡ് ഗ്രാജുവേറ്റ് ടീച്ചേഴ്സ് തേർഡ് ലാംഗ്വേജിൽ NVSൽ 443 വേക്കൻസി ഉണ്ട്. പ്രൈമറി ടീച്ചേഴ്സ് അഥവാ PRT KVSൽ 3365 വേക്കൻസിയാണ് ഉള്ളത്. നോൺ ടീച്ചിങ് പോസ്റ്റുകൾ KVSൽ നോക്കുവാണെങ്കിൽ 12, അങ്ങനെ ഏറ്റവും അധികം ഉള്ളത് ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ആണ്. 714 വേക്കൻസി ഉണ്ട് അതിലേക്ക്. നോൺ ടീച്ചിങ് പോസ്റ്റ് NVSലാണെങ്കിൽ ഈ പറഞ്ഞതുപോലെ തന്നെ ഒരു 700-നടുത്ത് വേക്കൻസി ഉണ്ട്. അതിൽ ഏറ്റവും കൂടുതലുള്ളതും ഈ ജൂനിയർ സെക്രട്ടറി അസിസ്റ്റന്റ് എന്ന് പറയുന്ന പോസ്റ്റിലാണ്. 552 വേക്കൻസി ആ ഒരൊറ്റ പോസ്റ്റിലേക്ക് മാത്രമായിട്ട് ഉണ്ട്. ഇനി പോസ്റ്റ് ഗ്രാജുവേറ്റ് ടീച്ചേഴ്സ് അവരുടെ പേ സ്കെയിൽ എന്ന് പറയുന്നത് ഏകദേശം 47,000 മുതൽ 1.5 ലക്ഷം രൂപ വരെയാണ്. അവർക്കൊരു ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 40 വയസ്സിൽ കൂടാൻ പാടില്ല. അതായത് ഡിസംബർ 4 നോട്ടിഫിക്കേഷന്റെ നമുക്ക് ലാസ്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റ്. അന്ന് നിങ്ങളുടെ വയസ്സ് 40 വയസ്സായിരിക്കണം എങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാനുള്ള അർഹതയുണ്ട്. ഇതില് പോസ്റ്റ് ഗ്രാജുവേറ്റ് ടീച്ചേഴ്സ് കമ്പ്യൂട്ടർ സയൻസ്, ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഇവരുടെ പേ സ്കെയിൽ വരുന്നതും ഏകദേശം ഈ 47,000 മുതൽ 1.5 ലക്ഷം രൂപ വരെയാണ്. ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 40 വയസ്സിൽ കൂടാനായിട്ട് പാടില്ല. ഇനി ട്രെയിൻഡ് ഗ്രാജുവേറ്റ് ടീച്ചേഴ്സ് ഹിന്ദി, ഇംഗ്ലീഷ്, സാൻസ്ക്രിറ്റ് തേർഡ് ലാംഗ്വേജ് ആണെങ്കിൽ അവർക്ക് 44,000 രൂപ മുതൽ 1,42,000 രൂപ വരെയുണ്ട്. അത് ഏജ് നമ്മൾ നോക്കുവാണെങ്കിൽ 35 വയസ്സിൽ കൂടാനായിട്ട് പാടില്ല. ഇനി ട്രെയിൻഡ് ഗ്രാജുവേറ്റ് ടീച്ചേഴ്സ് മാത്സ്, സയൻസ്, സോഷ്യൽ സയൻസ് ആണെങ്കിൽ ഇവരുടെയും ഏകദേശം സെയിം പേ സ്കെയിൽ തന്നെയാണ്. 44,000 മുതൽ 1,42,000 രൂപ വരെ. ഇവരും 35 വയസ്സിൽ കൂടാനായിട്ട് പാടില്ല. ഇനി സ്പെഷ്യൽ ടീച്ചർ TGT സ്പെഷ്യൽ ടീച്ചേഴ്സ് ആണെങ്കിൽ ഇവരുടെയും സെയിം പേ സ്കെയിൽ തന്നെയാണ്, സെയിം ഏജ് ലിമിറ്റ് തന്നെയാണ് ഉള്ളത്. ഇനി പ്രൈമറി ടീച്ചേഴ്സ് മ്യൂസിക് അവർക്കാണെങ്കിൽ 35,000 രൂപ മുതൽ 1,12,000 രൂപ വരെയാണ്. ഇവർക്ക് 30 വയസ്സിൽ കൂടാനായിട്ട് പാടില്ല. പ്രൈമറി ടീച്ചേഴ്സ് ലെവൽ 6 ആണെങ്കിൽ ഇവർക്ക് 35,000 രൂപ മുതൽ 1,12,000 രൂപ വരെയാണ്. ഇവർക്ക് 30 വയസ്സിൽ കൂടാനായിട്ട് പാടില്ല. നമ്മൾ ഇപ്പൊ പറഞ്ഞ ഒരു ഏജ് ലിമിറ്റ് അല്ലേ, ഇതിനകത്ത് കുറച്ച് റിലാക്സേഷൻ ഉണ്ട്. അതായത് മിനിമം കാൻഡിഡേറ്റ്സിന് 18 വയസ്സായിരിക്കണം. പിന്നെ ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബ് ഒക്കെ ആണെങ്കിൽ അവർക്ക് ഒരു 5 ഇയർ റിലാക്സേഷൻ ഉണ്ട്. OBC കാറ്റഗറിക്ക് ഒരു 3 ഇയർ ഉണ്ട്. അങ്ങനെ ഓരോ പെർട്ടിക്കുലർ
കാറ്റഗറിയിലും ഇപ്പൊ NVSന്റെയോ KVSന്റെയോ എംപ്ലോയേഴ്സ് ആണെങ്കിൽ അവർക്ക് ജനറൽ കാറ്റഗറിക്കും OBC കാറ്റഗറിക്കും SCS കാറ്റഗറിക്കും എല്ലാം ഡിഫറെന്റ് ആയിട്ടുള്ള ഏജ് റിലാക്സേഷൻ ഉണ്ട്. ഇപ്പൊ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും KVSലെ റെഗുലർ എംപ്ലോയി ആണ് നിങ്ങളെങ്കിൽ നിങ്ങൾ മറ്റൊരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കുകയാണെങ്കിൽ നിങ്ങൾ ജനറൽ കാറ്റഗറി ആണെങ്കിൽ നിങ്ങൾക്ക് 5 വർഷം റിലാക്സേഷൻ ഉണ്ട്. OBC ആണെങ്കിൽ 8 വർഷമുണ്ട്. SC/ST ആണെങ്കിൽ 10 വർഷമുണ്ട്. അങ്ങനെ എക്സ് സർവീസ് ഗ്രൂപ്പിനും ഡിസേബിൾഡ് ആയിട്ടുള്ള ആളുകൾക്കും ഒക്കെ അവർ ആ പറയുന്ന ബെഞ്ച് മാർക്ക് വെച്ചിട്ടുണ്ട് ഈ ഏജിന്റെ കാര്യത്തിൽ. ഇത്തവണ ഇതിന്റെ പരീക്ഷയിൽ ഒരു ചെറിയ വ്യത്യാസങ്ങളൊക്കെ വന്നിട്ടുണ്ട്. കാരണം ഇതുവരെ ഇങ്ങനെ ഒരു 2 ടയർ എക്സാമിനേഷൻ ഉണ്ടായിട്ടില്ല KVSലും NVSലും. ഇപ്രാവശ്യം ഒരു 2 ടയർ എക്സാമിനേഷൻ ഉള്ളത്. 2 ടയർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 ലെവലായിട്ടായിരിക്കും എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യുക. ഫസ്റ്റ് ലെവൽ ഇതിന്റെ ഒരു പ്രിലിംസ് ലെവൽ, സെക്കൻഡ് ലെവൽ മെയിൻസ് ലെവൽ. ചില പോസ്റ്റിലേക്കുള്ള ഇതിന് ഇന്റർവ്യൂവും കൂടി ഉണ്ടാകും. ഒരു മെറിറ്റ് ലിസ്റ്റ് ഒക്കെ പ്രിപ്പയർ ചെയ്തതിനു ശേഷം വെയിറ്റ് മാർക്കും അതിന്റെ ബാക്കി ക്രൈറ്റീരിയാസ് ഒക്കെ നോക്കി സെലക്ഷൻ പ്രോസസ്സിൽ നിന്നും സെക്കൻഡ് ടയറിലേക്ക് കാൻഡിഡേറ്റ്സിനെ പെർമിറ്റ് ചെയ്യും. അവിടെ നിങ്ങൾക്കൊരു പരീക്ഷയും ഇന്റർവ്യൂവും ഉണ്ടാവും. ഇന്റർവ്യൂ എപ്പോഴും 100 മാർക്കിലായിരിക്കും ഉണ്ടാകുക. ഇനി ചില പോസ്റ്റുകളിൽ 2 ടയർ എക്സാമിനേഷൻ കൂടാണ്ട് സ്കിൽ ടെസ്റ്റുകളും ഉണ്ടാകും. അതായത് മെറിറ്റ് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്തതിനു ശേഷം കാൻഡിഡേറ്റ്സ് 2 ടയറിലേക്ക് പോയതിനു ശേഷം ദേ ഹാവ് ടു ക്വാളിഫൈ ദ സ്കിൽ ടെസ്റ്റ്. അതായത് സ്റ്റെനോഗ്രാഫർ, ജൂനിയർ സെക്രട്ടറിയേറ്റ് അസിസ്റ്റന്റ് ഇങ്ങനത്തെ പോസ്റ്റുകളിലൊക്കെ ഇവർക്കൊരു സ്കിൽ ടെസ്റ്റും കൂടെ ഉണ്ടാകുന്നതായിരിക്കും. അതുപോലെ ചിലതിന് ഇന്റർവ്യൂ ഉണ്ടാകില്ല, സ്കിൽ ടെസ്റ്റ് ഉണ്ടാവും. ചിലതിന് സ്കിൽ ടെസ്റ്റ് ഉണ്ടാവും, ഇന്റർവ്യൂ ഉണ്ടാവില്ല. അങ്ങനെ പല രീതിക്കാണ് എക്സാമിനേഷൻ പോകുന്നത്. ടയർ 1 എന്ന് പറയുന്നത് പ്രിലിമിനറി ക്വാളിഫയിങ് എക്സാമിനേഷൻ ആണ്. അത് എപ്പോഴും OMRലായിരിക്കും വരിക. പിന്നെ ഈ പറയുന്ന മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് അങ്ങനത്തെ ചില കാറ്റഗറിക്ക് മാത്രമാണ് ഈ പറയുന്ന OMR ടെസ്റ്റ് ഒഴിവാക്കി കൊടുത്തിട്ടുള്ളത്. 2 hours ആണ് ഉള്ളത്. പിന്നെ ഇതിന്റെ ഒരു കമ്പോണൻസ് എന്ന് പറയുന്നത് പാർട്ട് 1 ജനറൽ റീസണിംഗ് ആണ്. 20 ക്വസ്റ്റ്യൻസ് 60 മാർക്സ് ഇൻറ്റു 3 ആണ്. ഒരു ക്വസ്റ്റിന് 3 മാർക്ക് ഉണ്ട്. പിന്നെ പാർട്ട് 2 എന്ന് പറയുന്നത് ന്യൂമറിക് എബിലിറ്റി ആണ്. 60 മാർക്സ് ഉണ്ട്. ബേസിക് ജനറൽ ലിറ്ററസി ഉണ്ട്. 60 മാർക്സ് ഉണ്ട്. ജനറൽ നോളജ് ഉണ്ട്. 60 മാർക്സ് ഉണ്ട്. ലാംഗ്വേജ് കോമ്പിറ്റൻസി ടെസ്റ്റ് ഉണ്ട്. 30 മാർക്കാണുള്ളത്. ലാംഗ്വേജ് കോമ്പിറ്റൻസി ടെസ്റ്റ് അത് ഇംഗ്ലീഷ് അല്ലാണ്ട് മറ്റേതെങ്കിലും ഒരു മോഡേൺ ഇന്ത്യൻ ലാംഗ്വേജ് അതിനുമുണ്ട് 30 മാർക്ക്. അങ്ങനെ മൊത്തത്തിൽ 300 മാർക്കിലാണ് പരീക്ഷ ടയർ 1 എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യുന്നത്. ഇവിടെ പാർട്ട് 1 മുതൽ പാർട്ട് 4 വരെയുള്ളത്, അതായത് ഏകദേശം 1 മുതൽ 80 വരെയുള്ള ചോദ്യങ്ങൾ ടയർ 1 for all other posts and part 1 and 2, that is question number 1 to 10 of question paper of tier 1 for multitasking staff. ഈ നമ്മൾ എല്ലാ പോസ്റ്റിലേക്കുമുള്ള 1 മുതൽ 80 വരെയുള്ള ചോദ്യങ്ങളും അതുപോലെ തന്നെ മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് എന്ന് പറയുന്ന അതിലേക്കുള്ള പാർട്ട് 1 and 2 നമുക്ക് ബൈലിംഗ്വലിൽ കിട്ടും. അതായത് ഇംഗ്ലീഷും നമ്മൾ ഓപ്റ്റ് ചെയ്യുന്ന മറ്റ് ഒരു ലാംഗ്വേജിലും കൂടെ നമുക്ക് കിട്ടും. അത് ഏതൊക്കെയാണ് ആ ലാംഗ്വേജ് എന്ന് വ്യക്തമായി പറയുന്നുണ്ട്. ഹിന്ദി, ആസാമി, ബംഗാളി, ഗുജറാത്തി, കന്നഡ, മലയാളം, മറാത്തി, ഒഡിയ, പഞ്ചാബി, തമിഴ്, തെലുങ്ക് ആൻഡ് ഉറുദു. പിന്നെ 12 മറ്റ് അതർ ലാംഗ്വേജിലും നമുക്ക് ഇംഗ്ലീഷിന്റെ ഒപ്പം നമുക്ക് കിട്ടും. ബൈലിംഗ്വൽ ആയിരിക്കും ഈ ക്വസ്റ്റ്യൻസ് എല്ലാം. എന്നാൽ പാർട്ട് 5 അതായത് 81 മുതൽ 90 വരെയുള്ള ചോദ്യങ്ങളും മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫിലെ 61 മുതൽ 80 വരെയുള്ള ചോദ്യങ്ങളും നമുക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജിൽ മാത്രമാണ് കിട്ടുക. അവിടെ ബൈലിംഗ്വൽ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടാകില്ല. പാർട്ട് 6ഉം അതേപോലെ തന്നെ പാർട്ട് 4. പാർട്ട് 6 എന്ന് പറയുന്നത് ടയർ 1ലെ 91 to 100 ക്വസ്റ്റ്യൻ. അതുപോലെ തന്നെ മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫിലെ 81 to 100 ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ലാംഗ്വേജ് കോമ്പിറ്റൻസി ടെസ്റ്റ് ആയിരിക്കും. അതായത് നമ്മൾ ഓപ്റ്റ് ചെയ്യുന്ന മറ്റൊരു ലാംഗ്വേജ് ആയിരിക്കും നമ്മൾ അവിടെ പ്രിഫർ ചെയ്ത് ഉണ്ടാവുക. ഈ പറയുന്ന ലാംഗ്വേജ് ഡീറ്റെയിൽസ് നമ്മുടെ അഡ്മിറ്റ് കാർഡിലും വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. നമ്മൾ ഓപ്റ്റ് ചെയ്യുമ്പോൾ അതനുസരിച്ച് ഓപ്റ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. തെറ്റുകൾ വരുത്താണ്ട് നിങ്ങൾ അപേക്ഷിക്കുന്ന സമയത്ത് ഇത് ഓപ്റ്റ് ചെയ്യുക. ഇനി ടയർ 1 എന്ന് പറയുന്നത് ഒരു സ്ക്രീനിങ് ടെസ്റ്റ് ആണ്, ഒരു പ്രിലിമിനറി എക്സാമിനേഷൻ ആണ്. അവിടെ നിന്നും കാൻഡിഡേറ്റ്സിനെ ടയർ 2ലേക്ക് സെലക്ട് ചെയ്യും. അതെപ്പോഴും 1:10 എന്ന് പറയുന്ന ഒരു റേഷ്യോയിലായിരിക്കും ഒരു സെലക്ട് ചെയ്യുക. ടയർ 1ൽ ഒരു ക്വസ്റ്റിന് 3 മാർക്ക് വെച്ചിട്ടുണ്ട്. നെഗറ്റീവ് മാർക്ക് ഉണ്ടാകും. ടയർ 1ൽ 1/3 ആയിരിക്കും തെറ്റായ ആൻസറിന് കട്ട് ചെയ്യുക. ഓക്കെ, അതുപോലെ അൺആൻസേർഡ് ക്വസ്റ്റിന് ഒരു മാർക്കൊന്നും കൺസിഡർ ചെയ്യുന്നുണ്ടാവില്ല. ദർ ഈസ് ഓൺലി 1 കറക്റ്റ് റെസ്പോൺസ് ഫോർ ഈച്ച് ക്വസ്റ്റ്യൻ. അതായത് നമ്മൾ ഒന്നിലധികം ഓപ്ഷൻസ് നമ്മൾ ബബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതും റോങ് ആയിട്ടായിരിക്കും കൺസിഡർ ചെയ്യുക. ഇനി ദർ വിൽ ബി സെപ്പറേറ്റ് ടയർ 2
ടയർ 2 പോസ്റ്റിലേക്ക് പ്രത്യേകം പരീക്ഷകൾ ഉണ്ടാകുന്നതായിരിക്കും. ടയർ 2-നകത്ത് കൂടുതലായിട്ടും സബ്ജക്ട് നോളജ് ആയിരിക്കും ഉണ്ടാകുക. ഇത് ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് പെൻ പേപ്പർ ആൻഡ് OMR ബേസ്ഡ് ആയിരിക്കും. അതായത് ചില സബ്ജക്റ്റുകൾക്ക് ഒരു റിട്ടൺ എക്സാമിനേഷനും ചില സബ്ജക്റ്റുകൾക്ക് OMR ബേസ്ഡ് എക്സാമിനേഷനും ആയിരിക്കും ടയർ 2-ൽ കണ്ടക്ട് ചെയ്യുക. ടയർ 2-ന്റെ എക്സാമിനേഷൻ ടൈം എന്ന് പറയുന്നത് 2.5 മണിക്കൂറായിരിക്കും എക്സാമിനേഷന് ഉണ്ടാകുക. ടയർ 2-ലും ശരിയായിട്ടുള്ള ഒരു ക്വസ്റ്റ്യന് 1 മാർക്കും തെറ്റിന് 1/4 കട്ട് ചെയ്ത് കളയുക. ടയർ 1-ൽ 1/3 ആയിരുന്നു, ടയർ 2-ൽ 1/4 ആണ് അവർ ക്യാൻസൽ ചെയ്യുക തെറ്റായിട്ടുള്ളത്. ഒരു ഇമ്പോർട്ടന്റ് നോട്ടീസ് നിങ്ങൾ ശ്രദ്ധിക്കുക. ടയർ 1, ടയർ 2 ഫോർ ദ പോസ്റ്റ് ഓഫ് അസിസ്റ്റന്റ് കമ്മീഷണർ അതുപോലെ പ്രിൻസിപ്പൽ, വൈസ് പ്രിൻസിപ്പൽ, ഇതിന്റെ ഒക്കെ ഒരു എക്സാമിനേഷൻ സെന്റർ എന്ന് പറയുന്നത് ഡൽഹി ആയിരിക്കും. പിന്നെ എക്സാമിനേഷൻ സെന്റർ നിങ്ങൾ പെട്ടെന്ന് തന്നെ അപേക്ഷിച്ചോളൂ. കാരണം ഇതിന്റെ ഒരു എല്ലായിടത്തുമുള്ള നമ്മുടെ രാജ്യമെമ്പാടുമുള്ള ഒരു പരീക്ഷ ആയത് കാരണം സെന്റേഴ്സ് എവിടെ വേണമെങ്കിലും മാറി മാറി വരാം. അപ്പോൾ ആദ്യം ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ് എന്ന് പറയുന്ന രീതി ഇതിനകത്ത് ഉണ്ടാകാം. മാക്സിമം നിങ്ങൾ ഇതാക്കിക്കോളൂ. എക്സാമിനേഷൻ സെന്റേഴ്സ് ഇതൊക്കെ ഒരു പ്രാവശ്യം അലോട്ട് ചെയ്ത് തന്നിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും അവർ മാറില്ല. ഏകദേശം ഒരു 15 ദിവസം മുമ്പ് വെബ്സൈറ്റിൽ നിങ്ങൾക്ക് ഇത് അവൈലബിൾ ആകും. നിങ്ങൾക്ക് എവിടെയാണ് എന്ന് അറിയാനായിട്ട് സാധിക്കും. ഇവർ പറയുന്നുണ്ട് റെഗുലർലി CBSE-ന്റെയും KVS-ന്റെയും NVS-ന്റെയും ഒഫീഷ്യൽ വെബ്സൈറ്റ്സ് നിങ്ങൾ സെർച്ച് ചെയ്തുകൊണ്ടേ ഇരിക്കുക ഡീറ്റെയിൽസ് കിട്ടാനായിട്ട്. ഇതിന്റെ എക്സാമിനേഷൻ ഫീയും കുറച്ചധികമാണ്. പ്രോസസ്സിംഗ് ഫീ എല്ലാത്തിനും 500 രൂപയുണ്ട്. ഏത് പോസ്റ്റിലേക്കാണെങ്കിലും 500 രൂപ വെച്ചിട്ടുണ്ട്. പിന്നെ ഓരോ പോസ്റ്റിലും 2300 ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള റേറ്റ് എന്ന് പറയുന്നത്. അസിസ്റ്റന്റ് കമ്മീഷണർക്കും പ്രിൻസിപ്പൽക്കുമാണ് ആ ഒരു റേറ്റ് വരുന്നത്. അതിന്റെ കൂടെ യു ഹാവ് ടു പേ അഡീഷണൽ 500 rupees as the processing fee. നിങ്ങൾക്ക് ഇതിനകത്ത് ഓൾമോസ്റ്റ് എല്ലാവർക്കും തന്നെ ഫീ ഉണ്ട്. അതിനകത്ത് എക്സെപ്ഷൻ കിട്ടിയിട്ടുള്ളത് SC ST PWBD എക്സ് സർവീസ് മാൻ കാറ്റഗറിയിലുള്ളവർക്ക് ഈ പറയുന്ന എക്സാമിനേഷൻ ഫീ ഇല്ല. പക്ഷെ അവര് പോലും 500 രൂപ പ്രോസസ്സിംഗ് ഫീ അടയ്ക്കണം. എല്ലാവർക്കും ബാധകമാണ് പ്രോസസ്സിംഗ് ഫീ. നിങ്ങൾക്ക് ഏത് ഫോമാറ്റിലും ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ്, നെറ്റ് ബാങ്കിങ്, ഓൺലൈൻ ഗേറ്റ്വേസ് ഏത് ഉപയോഗിച്ചും യു ക്യാൻ പേ ദ ഫീ. പക്ഷെ ഈ പേയ്മെന്റ് കൊടുത്തിട്ടുള്ള ഈ ഒരു ഫീസ് റീഫണ്ടബിൾ അല്ല. അതുപോലെ നിങ്ങൾ അപേക്ഷിക്കുന്ന ഒരു സമയത്ത് നിങ്ങളുടെ കയ്യിൽ നിങ്ങളുടെ ഒരു സിഗ്നേച്ചറിന്റെയും അതുപോലെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫോട്ടോഗ്രാഫിന്റെയും ഒരു സ്കാൻഡ് ആയിട്ടുള്ള ഇമേജും കൂടെ കയ്യിലുണ്ടാകാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇമ്പോർട്ടന്റ് ഡേറ്റ്സ് ആണ്. രജിസ്ട്രേഷൻ ഓപ്പൺ ആയിട്ടുണ്ട്. 14 നവംബറിൽ ഓപ്പൺ ആയിട്ടുണ്ട്. ക്ലോസ് ചെയ്യുന്നത് ഡിസംബർ 4 ആണ്. ഫീ സ്റ്റാർട്ടിംഗ് ഡേറ്റും November 14, എൻഡ് എന്ന് പറയുന്നത് December 4 ആണ്. താങ്ക് യു. വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ ആണ്. നമ്മൾ അതിലൊരു ചെറിയ ഗ്ലിംസ് മാത്രമാണ് നിങ്ങളോടൊപ്പം ഷെയർ ചെയ്തത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് ബിലോ. നമ്മൾ മാക്സിമം നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും.